ഉദ്ഘാടന സമയത്ത് എന്തൊക്കെയാണ് പറയാനുള്ളത്, പങ്കുവെക്കാനുള്ളത്? ഇത് സത്യത്തിൽ എനിക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ്. കാരണം ഞാനും ഈ കടയുടെ ഒരു ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മുണ്ടക്കൈ ദുരന്തം നടന്നതിന് ശേഷം ഈ നൈസമ്മളുടെ കുടുംബമായിട്ട് എനിക്ക് വലിയൊരു അടുപ്പം ഉണ്ടാവാൻ സാധിച്ചു. എന്തോ ഒരു മുൻജന്മ സുഹൃതം പോലെയാണ് ഈ മോൾക്ക് എന്നോടുള്ള ഇഷ്ടം ഞാൻ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇവളെ ഞാനങ്ങോട്ട് ഏറ്റെടുത്തു. ഇവളുടെ എല്ലാ വിദ്യാഭ്യാസ ചെലവും ഞാൻ നേരത്തെ ജസീലെടുത്ത് പറഞ്ഞതാണ്, അത് ഞാൻ ഏറ്റെടുത്തു. പിന്നെ അവർക്ക് നല്ലൊരു വീട് കൽപ്പറ്റയിൽ പണിതീർത്തി വരുന്നുണ്ട്. ഞാനിപ്പോൾ അവിടെ പോയിട്ടാണ് വരുന്നത്. ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും ആ വീട്ടിലേക്ക് താമസം വരാൻ സാധിക്കും. അവിടെ പോയി ഞാൻ ആ വീട് പോയി കണ്ടിട്ടാണ് വരുന്നത്. കലക്ട്രേറ്റിൽ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് പുറമെ ഇപ്പോൾ ഈ ഒരു ഷോപ്പ്, ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പം ഇവിടെ ജസീലയുടെ ആംഗ്ലയും കുറേ സുഹൃത്തുക്കളും ചേർന്ന് ഇങ്ങനെ ഒരു ഷോപ്പ് പണിതു. അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. അവിടേക്കുള്ള കുറേ ഡ്രസ്സുകൾ ഞാനും എൻ്റെ കുറേ കൂട്ടുകാർ അവരെല്ലാവരുടെയും ഒരു പ്രയത്നത്തോടെ കുറേ ഡ്രസ്സുകളും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു. ഇന്നിപ്പോൾ ഉദ്ഘാടനത്തിനും ഞാനിവിടെ എത്തി. ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. ഈ ന്യൂ ഇയർ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂ ഇയറാണ്, അല്ലേ നൈസമോള്? ടൗൺഷിപ്പ് കണ്ടപ്പോൾ എന്ത് തോന്നി? ടൗൺഷിപ്പിലെ പ്രവർത്തനങ്ങൾ എന്ത് തോന്നി? ടൗൺഷിപ്പിലെ പ്രവർത്തനം ഭീകരമാണ്. കാരണം 400 വീടുകൾ, അത്ര മനോഹരമായൊരു സ്ഥലം. എല്ലാ വീടും 200 വീടുകളുടെ വാർപ്പ് കഴിഞ്ഞു. ഒരു വീടിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ട് ആ വീടാണ് എല്ലാവരെയും കൊണ്ട് കാണിക്കുന്നത്. 2 റൂം, മനോഹരമായ 2 വലിയ റൂം, പിന്നെ വലിയൊരു ഇടനാഴി, വലിയൊരു അടുക്കള, എല്ലാം കൂടിയിട്ട് 1000 സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു വീടാണ്. ഒപ്പം 7 സെൻറ്റ് ഭൂമിയാണ് ഓരോ വീട്ടുകാർക്കും. അങ്ങനെ എത്രയും പെട്ടെന്ന് അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഒരാളെങ്കിൽ വളരെ കഠിന പ്രയത്നം നടത്തിക്കൊണ്ട് ഒരു ദിവസം 1500 പേരൊക്കെയാണ് അവിടെ ജോലി ചെയ്യണത്, രാവിലും പകലുമായിട്ട്. അവരൊക്കെ ഞാൻ പോയി കണ്ടു. അപ്പോൾ ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും 200 വീടുകൾ കൈമാറും എന്നാണ് അറിയുന്നത്. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്.